ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ വിസിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് 1,13,00,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിനെതിരായുള്ള ഹർജിക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി ചെലവിട്ടത് 8 ലക്ഷം. നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. കോടതി ചെലവ് വിസിമാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം. ജനം ബ്രേക്കിംഗ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളുടെ വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും സമീപിച്ചത് നിരവധി വൈസ് ചാൻസലർമാരാണ്. ചാൻസലർക്കെതിരായി കോടതിയെ സമീപിച്ച വകയിൽ നഷ്ടം കോടികളും. കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും ചെലവായത് 1,13,00,000 രൂപയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ നിയമസഭയിൽ ഈ കണക്ക് വെളിപ്പെടുത്തി. എൽദോസ് കുന്നപ്പള്ളിലിന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി വിശദമായ കണക്ക് നിയമസഭയ്ക്ക് നൽകിയത്. കണ്ണൂർ വിസി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 69,25,340 രൂപയും കുഫോസ് വിസി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 35,71,311 രൂപയും സാങ്കേതിക സർവകലാശാല വിസി ആയിരുന്ന ഡോക്ടർ MS രാജശ്രീ 1,47,515 രൂപയും കാലിക്കറ്റ് വിസി ഡോക്ടർ MK ജയരാജ് 4,25,000 രൂപയും ചെലവഴിച്ചു. കുസാറ്റ് വിസി ഡോക്ടർ KN മധുസൂദനൻ 77,500 രൂപയും മലയാളം സർവകലാശാല വിസി ആയിരുന്ന ഡോക്ടർ V അനിൽകുമാർ 1,00,000 രൂപയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിസി ഡോക്ടർ മുബാറക് പാഷ 53,000 രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി 8 ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും മന്ത്രി അറിയിച്ചു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള SLPയുടെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് പ്രസ്തുത കേസിന്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത്. എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർകക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ഇതാദ്യമായാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇത്രയധികം ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് മാറുന്നത്. ജനം, തിരുവനന്തപുരം.